അർമാൻ പറയുന്നതൊന്നും സന കേൾക്കാൻ കൂട്ടാക്കിയില്ല. അർമാൻ തന്നെ വഞ്ചിച്ചു എന്ന പോലെയാണ് അവൾ സംസാരിക്കുന്നത്. ഇരുവരും തമ്മിൽ വാക്ക് തർക്കം നടന്നു. ഒടുവിൽ അവൾ കരഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു. അവളുടെ കരച്ചിൽ അർമാൻ്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. സനയുടെ വാക്കുകളിൽ നിന്നും ചിലത് വ്യക്തമായ അർമാൻ തൻ്റെ ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്നു നോക്കി. നേരത്തെ ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് അർമാനും മീഡിയക്കാരും തമ്മിൽ നടന്ന സംസാരവും വാക്ക് തർക്കവും മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചു അർമാനെ നെഗറ്റീവാക്കി ചിത്രീകരിച്ചുകൊണ്ട് ചില ഓൺലൈൻ മീഡിയാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അർമാൻ ആ പെണ്ണിനെയും ചേർത്ത് പിടിച്ച് മുറിയിൽ നിന്നിറങ്ങുന്ന ദൃശ്യവും കാണാം. നേരത്തെ മീഡിയക്കാർ പകർത്തിയ വീഡിയോ അപ്പം തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ അനാശാസ്യം. ഇതിനെതിരെ ചോദ്യം ചെയ്ത മീഡിയക്കാർക്ക് നേരെ ദേഹോദ്രവം. സൂപ്പർ സ്റ്റാർ അർമാൻ മാലിക്കിൻ്റെ തനിനിറം പുറത്ത്. യുവനടൻ അർമാൻ മാലിക്കിൻ്റെ കൂടെ കിടക്ക പങ്കിട്ട ആ തട്ടമിട്ട സുന്ദരി ആരാണ്? മാധ്യമപ്രവർത്തകർക്ക് നേരെ നടൻ അർമാൻ മാലിക്കിൻ്റെ തോന്നിവാസങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലിലും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരം തലക്കെട്ടോട് കൂടിയ വീഡിയോ ആണ്. ഇതിനെതിരെ പ്രതികരിച്ച് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അർമാൻ മാലിക് എന്ന വൻമരത്തെ പിഴുതെറിയാൻ കിട്ടിയ അവസരം പലരും ശരിക്കും മുതലെടുത്തു. കമൻറ്റ് ബോക്സ് നിറയെ അവനെതിരെയുള്ള തെറിവിളികളായിരുന്നു, അതും മോശമായ ഭാഷയിൽ. ഇന്നലെ വരെ തന്നെ സ്നേഹം കൊണ്ട് മൂടി വാനോളം പുകഴ്ത്തിയ ജനങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ വെറുതിരിക്കുന്നു. അതിലെ കമൻസ് ഓരോന്നും അവൻ്റെ സമനില തെറ്റിച്ചു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൻ തൻ്റെ ഫോൺ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് താൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. തൻ്റെ ഡ്രീം, പാഷൻ, തൻ്റെ ലൈഫ്, എന്തിന് തൻ്റെ ലോകം തന്നെ സിനിമയായിരുന്നില്ലേ? തൻ്റെ വിജയത്തിന് പിന്നിൽ ഒരുതരം വാശിയായിരുന്നില്ലേ? ആരോടൊക്കെയുള്ള മധുര പ്രതികാരമായിരുന്നു താൻ നേടിയെടുത്ത സൂപ്പർ സ്റ്റാർ പദവി. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുകയാണോ? അർമാൻ മാലിക്കിൻ്റെ കാലം കഴിഞ്ഞുവോ? തനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യം തൻ്റെ കുടുംബം, ഇന്നിപ്പോൾ തൻ്റെ പ്രണയം, തൻ്റെ സ്വപ്നം എല്ലാം നഷ്ടപ്പെട്ടു. നോ. സ്വയമേ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. അതിനിടയിൽ മിററിലൂടെ അവളുടെ പോക്കവൻ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി നിന്നു. അതേസമയം ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ അവളോട് എന്തിനെന്നറിയാതെ നേരിയ സഹതാപവും. എത്ര ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ, അതാണ് അവനെ വല്ലാതെയാക്കുന്നത്. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവളാണെന്ന് ബുദ്ധി അവനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. സന തന്നെ വെറുത്തത് അവൾ കാരണമാണ്. ഇതൊക്കെ ഓർക്കവേ അവളെ അങ്ങ് കൊന്നാലോ എന്ന് വരെ തോന്നി. ബുദ്ധി അവൾ തെറ്റുകാരിയാണെന്ന് പറയുമ്പോഴും ഹൃദയം അത് തിരുത്തി പറയുന്നു. അവളും തന്നെ പോലെ ട്രാപ്പിൽ പെട്ടതാണെന്ന്. അവളുടെ ശരീരത്തിൽ കണ്ട പോറലുകൾ അതൊക്കെ എന്താണെന്നൊരു അബോധാവസ്ഥയിൽ കാട്ടിയതാണെന്ന് ഓർക്കുമ്പോൾ അവന് സ്വയം പുച്ഛവും വെറുപ്പും തോന്നി. സനയെ മാത്രം മനസ്സിലിട്ട് നടന്ന തനിക്ക് എങ്ങനെ മറ്റൊരു പെണ്ണിനെ? അറിയാതെയാണെങ്കിലും താൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. എത്ര വലിയ നടനാണെങ്കിലും താൻ തൻ്റെ മതത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ആളാണ്. ആ മതത്തിന് നിരക്കാത്ത കാര്യമാണ് താനിപ്പോൾ ചെയ്തത്. സെലിബ്രിറ്റി ലൈഫ് ആസ്വദിക്കുമ്പോഴും തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നതിനെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പെണ്ണും കള്ളും കഞ്ചാവും ഈ 3 ലഹരി അടുപ്പിക്കില്ലെന്ന് തൻ്റെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? തൻ്റെ തല പോയാലും ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കില്ലെന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നിട്ടിപ്പോൾ തൻ്റെ ഉമ്മച്ചി ഇതൊക്കെ അറിയുമ്പോൾ തകർന്നു പോയില്ലേ? ആ പാവം തനിക്ക് വേണ്ടി എന്തുമാത്രം വേദന അനുഭവിച്ചു. തനിക്ക് വേണ്ടി പലരോടും വാദിച്ച തൻ്റെ ഉമ്മച്ചി ഇന്നിപ്പോൾ സുൽത്താൻ വീട്ടിൽ സുലൈമാൻ സാഹിബിൻ്റെ മുന്നിലും ഹുസൈൻ മാലിക്കിൻ്റെ മുന്നിലും തല കുനിച്ച് നിൽക്കുന്നുണ്ടാവും. തൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർക്കവേ അവന് വേദന തോന്നി. ദേഷ്യം നിറഞ്ഞ അവൻ്റെ മുഖം ശാന്തമായി. ഉമ്മയോടുള്ള സ്നേഹവും കരുതലും, ഉമ്മയെ പിരിഞ്ഞു കഴിയേണ്ടി വന്നതിൻ്റെ കുറ്റബോധവും തൻ്റെ നിസ്സഹായ അവസ്ഥയും എല്ലാം ഇന്നും ഒരു നോവായി അവശേഷിക്കുന്നുണ്ട്. ആ നിമിഷം അവന് തൻ്റെ ഉമ്മയെ ശരിക്കും മിസ് ചെയ്തു. അവൻ സ്റ്റിയറിങ്ങിൽ മുഖം പൂഴ്ത്തി കുറച്ചു നേരം അതുപോലെ കിടന്നു. സുൽത്താൻ വീട് അന്നാട്ടിലെ പേര് കേട്ട തറവാട്ടുകാരാണ്. അവിടുത്തെ കാരണവരാണ് സുലൈമാൻ സാഹിബ്. സുൽത്താൻ വീട്ടിൽ സുലൈമാൻ സാഹിബിനോട് നാട്ടുകാർക്കൊക്കെയും ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഉണ്ട്. സുലൈമാൻ സാഹിബിന് പ്രായം 70 കഴിഞ്ഞെങ്കിലും അതിൻ്റേതായ യാതൊരുവിധ അവശതയും അയാൾക്കില്ല. എതിരാളികൾ എത്ര വലിയ ശക്തരാണെങ്കിലും നെഞ്ചും വിരിച്ചു നിന്ന് ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റവും ഇന്നും സാഹിബിനുണ്ട്. ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്നാണല്ലോ. ഇവിടെ സാഹിബിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മനോഹരമായ കൈകൾ അത് അയാളുടെ ഭാര്യ സുലൈഖയുടെയാണ്.
അന്നും ഇന്നും സുൽത്താൻ വീട്ടിലെ റിയൽ ഹീറോ അത് സുലൈമാൻ സാഹിബ് തന്നെയാണ്. ഹീറോ മാത്രമല്ല, സുൽത്താൻ വീട്ടിലെ വില്ലനും സാഹിബ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് സാഹിബ് തുടങ്ങിവെച്ച സുൽത്താൻ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു കിടപ്പുണ്ട്. ഇന്നും സുൽത്താൻ വീടും സുൽത്താൻ ഗ്രൂപ്പും സാഹിബിൻ്റെ നിയന്ത്രണത്തിലാണ്. സാഹിബ് അറിയാതെ അവിടെ ഒരു ഈച്ച പോയിട്ട് ഒരു ഉറുമ്പ് പോലും അനങ്ങില്ല. തന്നോളം പോന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെങ്കിലും സുൽത്താൻ ഗ്രൂപ്പിൻ്റെ MD കസേര വിട്ടൊഴിയാൻ സാഹിബ് ഒരുക്കമല്ല. മക്കൾക്ക് മുന്നിൽ 500 കളിച്ച് നടക്കുമെങ്കിലും കൊച്ചുമക്കളുടെ മുന്നിലെത്തിയ വൈബുള്ള വല്ലിപ്പിയാണ്. സുലൈമാൻ സാഹിബ് ദൈവവിശ്വാസം അല്പം കൂടുതലുള്ള കൂട്ടത്തിലാണ്. മതപരമായ കാര്യത്തിലും ആത്മീയതയിലും ഒരു വിട്ടുവീഴ്ചയില്ല. തൻ്റെ മതം വിലക്കിയതൊക്കെയും സാഹിബ് തൻ്റെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ അടുപ്പിക്കില്ല. തൻ്റെ മക്കളും കൊച്ചുമക്കളും തൻ്റെ ഈ പാത പിന്തുടരണമെന്നാണ് സാഹിബിൻ്റെ തീരുമാനം. സുലൈമാൻ സാഹിബിൻ്റെ മൂത്ത മകൻ ഹുസൈൻ മാലിക്കിൻ്റെ മകനാണ് അർമാൻ മാലിക്. സാഹിബിന് കൊച്ചുമക്കളിൽ ഏറെ പ്രിയം അർമാനോടായിരുന്നു. തിരിച്ചും അർമാന് വല്ലിപ്പ എന്ന ജീവനായിരുന്നു. ഇരുവർക്കിടയിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടായിരുന്നു. മാസ്റ്റർ ഡിഗ്രിയോട് കൂടി അർമാൻ തൻ്റെ പഠനം അവസാനിപ്പിച്ചു. അന്ന് സാഹിബ് സുൽത്താൻ ഗ്രൂപ്പിൻ്റെ MD സ്ഥാനം അർമാന് കൈമാറി ബിസിനസിൻ്റെ പകുതി ഉത്തരവാദിത്തം അർമാനെ ഏൽപ്പിച്ചു. അർമാനിലൂടെ സുൽത്താൻ ഗ്രൂപ്പ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റുക. ബിസിനസ് ടോപ്പ് ലിസ്റ്റിൽ സുൽത്താൻ ഗ്രൂപ്പിനൊപ്പം അർമാൻ മാലിക്കിൻ്റെ പേരും ഉയരണം. സുലൈമാൻ സാഹിബിൻ്റെ കൊച്ചുമകൻ ബിസിനസ് ലോകത്തിലെ കിങ്ങായി അറിയപ്പെടുക. അതായിരുന്നു സാഹിബിൻ്റെ സ്വപ്നം. പക്ഷെ അർമാൻ അത് നിരസിക്കുകയായിരുന്നു. തൻ്റെ ലക്ഷ്യവും മാർഗവും ബിസിനസ് അല്ലെന്നും സിനിമയാണ് തൻ്റെ സ്വപ്നമെന്നും ആ മേഖലയിൽ അറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് അർമാൻ ബിസിനസ് കാര്യങ്ങളിൽ നിന്നും കൈയൊഴിഞ്ഞു. അർമാൻ്റെ ഈ തീരുമാനം സാഹിബിന് ഉൾക്കൊള്ളാനായില്ല. സാഹിബ് മാത്രമല്ല, അർമാൻ്റെ വാപ്പ ഹുസൈനും അവൻ്റെ ആഗ്രഹത്തെ എതിർത്തു. എന്നാൽ അർമാൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വാപ്പ സാഹിബിൻ്റെയും മൂത്ത സഹോദരൻ ഹുസൈൻ്റെയും തീരുമാനത്തെ എതിർക്കാനോ അർമാനെ സപ്പോർട്ട് ചെയ്യാനോ അന്ന് സാഹിബിൻ്റെ ബാക്കി 3 ആൺമക്കൾക്കും കഴിഞ്ഞില്ല. ഇക്കാര്യത്തിൽ അവരും മൗനം പാലിച്ചു. അർമാൻ്റെ ഉമ്മ അവനെ പിന്തുണച്ചു സംസാരിച്ചുവെങ്കിലും അവരുടെ വാക്കിന് ആരും വില കൽപ്പിച്ചില്ല. എന്ത് തന്നെയായാലും തൻ്റെ തീരുമാനത്തിൽ മാറ്റം വരാൻ പോണില്ലെന്ന് അർമാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈ വീട്ടിൽ ആദ്യമായി ഒരാൾ തന്നെ ധിക്കരിച്ചു. അതും താൻ അത്രത്തോളം സ്നേഹിച്ചു കൂടെ കൊണ്ടു നടന്ന കൊച്ചുമകൻ. സുലൈമാൻ സാഹിബിന് അത് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. ഈ സുലൈമാൻ സാഹിബ് മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും കൊച്ചുമക്കൾക്ക് കൊടുത്തു. അതിന് പകരമായി എനിക്ക് കിട്ടിയ സമ്മാനം എനിക്ക് വെറുതെ ഇഷ്ടമായി. നീ നിനക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തോ. നാളെ ഒരു പക്ഷം നീ വലിയ നിലയിലെത്തിയാലും ഈ വല്യപ്പ നിന്നെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും അഭിമാനിക്കില്ല. വല്യപ്പയ്ക്ക് സിനിമ ഇഷ്ടമല്ല, സിനിമക്കാരെ ഇഷ്ടമല്ല. അതൊക്കെ പടച്ചവന് നിരക്കാത്ത കാര്യങ്ങളാണ്. അതിലൂടെ നീ എത്രയൊക്കെ സമ്പാദിച്ചാലും അതിനൊരു ബർക്കത്തുണ്ടാവില്ല കുട്ടിയെ. ബർക്കത്തില്ലാത്തതൊന്നും സുൽത്താൻ വീട്ടിൽ വേണ്ട. പിന്നെ നീ പറഞ്ഞ നിൻ്റെ ആ സ്വപ്നം ഉണ്ടല്ലോ, അതുപോലെ എനിക്കുണ്ടായിരുന്നൊരു സ്വപ്നം. എൻ്റെ സ്വപ്നം പാതി വഴിയിൽ കൊഴിഞ്ഞു പോയെങ്കിലും നിൻ്റെ സ്വപ്നം പൂവണിയാൻ ഈ വല്യപ്പ പടച്ചവനോട് പ്രാർത്ഥിക്കാം. അതും പറഞ്ഞ് അയാൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. വല്യപ്പയുടെ വാക്കുകൾ പിന്നെയും കാതിലേക്ക് തുളച്ച് കയറുന്നത് പോലെ. ഇന്നേ വരെ തൻ്റെ ഉപ്പ അത്രത്തോളം വേദനിച്ചിട്ട് താൻ കണ്ടില്ലെന്ന് ഓർക്കവേ ഹുസൈൻ മാലിക് ദേഷ്യത്തോടെ അർമാന് നേർത്തിരിഞ്ഞു. സുലൈമാൻ സാഹിബിൻ്റെ വാക്കുകൾ ധിക്കരിക്കുന്ന ഒരാളെയും സുൽത്താൻ വീട്ടിൽ ആവശ്യമില്ല. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് അഴിഞ്ഞാട്ടവും ആഭാസവും ഒന്നും നടക്കില്ല. അതൊക്കെ ഈ വീട്ടിന് വെളിയിൽ. തൻ്റെ വാപ്പ അന്ന് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അന്ന് വീട്ടിൽ നിന്നും വെറും കൈയുമായി ഇറങ്ങിയതാണ്. അന്ന് കയ്യിൽ തൻ്റെ സ്വന്തമായി 5 പൈസ ഇല്ലായിരുന്നു. ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ബാലൻസായി ഉണ്ടായിരുന്നു. പക്ഷെ അത് തൻ്റെ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിൽ നിന്നും 1 രൂപ പോലും തനിക്ക് ആവശ്യമില്ല എന്നത് അവൻ്റെ വാശിയായിരുന്നു. അന്ന് അവന് താങ്ങായത് അവൻ്റെ സുഹൃത്തായ ആഷിറായിരുന്നു. അർമാൻ അവൻ്റെ സ്നേഹത്തോടെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ്റെ കൊച്ചു വീട്ടിൽ അവൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. നാളുകൾ കഴിച്ചുകൂട്ടി. അതിനിടയിൽ തൻ്റെ സ്വന്തം സ്ക്രിപ്റ്റുമായി എത്രയോ നിർമ്മാതാക്കളുടെ മുന്നിൽ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. നാളെ വാ, മറ്റന്നാൾ വാ എന്നും പറഞ്ഞ് പലരും ഒഴിവാക്കി വിടും. ഡയറക്ഷനായിരുന്നു തൻ്റെ ലക്ഷ്യം. പിന്നെയും നാണം കെട്ട് അവർ പറഞ്ഞ ദിവസങ്ങളിൽ ചെന്ന് കാത്തു കുത്തിയിരിക്കും. എന്നാൽ തൻ്റെ കഥ കേൾക്കാൻ പോലും ചിലർക്ക് നേരം ഉണ്ടാവില്ല. 5 മിനിറ്റ് കേട്ടിട്ട് കഥ കൊള്ളില്ലെന്ന് പറയും. തളർന്നു പോകുന്ന ഇത്തരം സിറ്റുവേഷനിൽ കൂടെ നിന്നത് ആഷിയും തൻ്റെ ഉമ്മച്ചിയായിരുന്നു.
ഒടുവിൽ അപ്രതീക്ഷിതമായി ഷാക്കിർ അലി എന്ന സംവിധായകൻ്റെ മുന്നിൽ എത്തിപ്പെടുകയായിരുന്നു. അവൻ്റെ കഥ ഇഷ്ടപ്പെട്ട ഷാക്കിർ അന്ന് നായകനായി അവനെ തന്നെ സെലക്ട് ചെയ്തു. അന്ന് പടം പ്രൊഡ്യൂസ് ചെയ്തത് ഷാക്കിർ അലിയുടെ സഹോദരി ഭർത്താവും അറിയപ്പെടുന്ന നിർമ്മാതാവുമായ ഷമീർ അഹമ്മദ് ആയിരുന്നു. പടം ഹിറ്റായതും അർമാൻ മാലിക്കിനെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് അർമാൻ മാലിക്കിൻ്റെ കാലമായിരുന്നു. പിന്നീട് അർമാൻ ഷാക്കിർ ഷമീർ കൂട്ടുകെട്ടിൽ ഒരുപാട് ഹിറ്റുകൾ പിറന്നു. അതോടെ അർമാൻ്റെ സ്റ്റാർ വാല്യൂ ഉയർന്നു. ചെയ്ത പടങ്ങൾ ഓരോന്നും സൂപ്പർ ഹിറ്റുകൾ, ആരും അസൂയപ്പെടുന്ന വളർച്ച. പിന്നീട് അങ്ങോട്ട് അർമാന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നടനിൽ നിന്നും സംവിധായകനിലേക്കുള്ള ചുവടുമാറ്റം പെട്ടെന്നായിരുന്നു. അർമാൻ സംവിധാനം ചെയ്ത പടം വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും അർമാൻ മാലിക് എന്ന നടനേക്കാൾ മലയാളികൾക്ക് പ്രിയം അർമാൻ എന്ന സംവിധായകനെയായിരുന്നു. ഇതിനിടെ ഷാക്കിർ അലിയുടെ പടങ്ങൾ തുടരെ പരാജയം ഏറ്റുവാങ്ങി. ഷാക്കിർ മാനസികമായി തകർന്നു. തന്നെ ഈ നിലയിലെത്തിച്ച ഷാക്കിറിൻ്റെ പതനം അർമാനെ വിഷമത്തിലാഴ്ത്തി. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം അർമാൻ ഷാക്കിർ കൂട്ടുകെട്ടിൽ പുതിയ ചിത്രം ഒരുങ്ങി. ചിത്രത്തിൻ്റെ നിർമ്മാണവും അർമാൻ തന്നെ ഏറ്റെടുത്തു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പിലിറങ്ങിയ ചിത്രം മുംബൈയിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറി. ബോളിവുഡിൽ നിന്നും കുറച്ച് നല്ല ഓഫേഴ്സ് അർമാനെ തേടിയെത്തി. നിർമ്മാതാവ് ഷമീറിൻ്റെ മകളും ഷാക്കിറിൻ്റെ സഹോദരിയുടെ മകളുമാണ് സന. അവൾക്ക് അർമാനോട് തോന്നിയ പ്രണയം ആദ്യം അറിയിച്ചത് മാമനായ ഷാക്കിറിനെയായിരുന്നു. അവളുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് ഷാക്കിർ ഉറപ്പ് നൽകി. ഷാക്കിർ അർമാന് മുന്നിൽ കാര്യം അവതരിപ്പിച്ചു. താൻ ഏറെ ബഹുമാനത്തോടെയും കടപ്പാടോടെയും കാണുന്ന ഷാക്കിർ തന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവനത് നിരസിക്കാനായില്ല. അതിനാൽ അവൻ സനയുടെ പ്രണയം സ്വീകരിക്കേണ്ടി വന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അർമാൻ ചിന്തകളിൽ നിന്നുണർന്നുകൊണ്ട് സ്റ്റിയറിൽ നിന്ന് മുഖമുയർത്തി. നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞു. സ്വന്തം വാപ്പയെയും കുടുംബത്തെയും വെറുപ്പിച്ചിട്ടാണ് താൻ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയത്. സ്വപ്നങ്ങൾ ഓരോന്നായി നേടിയെടുക്കുമ്പോഴും പ്രിയപ്പെട്ടവർ ഓരോന്നായി അവനിൽ നിന്നും അകന്നു പോവുകയായിരുന്നു. എന്നിട്ടിപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോവുകയാണോ? അങ്ങനെയെങ്കിൽ താൻ തോറ്റു പോവല്ലേ? ഇല്ല, ഞാൻ തോക്കില്ല. തോൽവി എന്നത് അർമാൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചു. തൻ്റെ ഫോണിന് വേണ്ടി പോക്കറ്റിൽ കൈയിട്ടു. അപ്പോഴാണ് താൻ നേരത്തെ ഫോൺ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഓർക്കുന്നത്. സ്റ്റിയറിംഗിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. പുറത്തെത്തി അവൻ കാണുന്നത് ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നതാണ്. അവൻ തൻ്റെ നടുവിന് കൈയും കൊടുത്ത് ആഞ്ഞൊരു ശ്വാസം വലിച്ചു. ചുറ്റും കണ്ണോടിച്ചു. അതിനിടയിലാണ് കായലിലേക്ക് ചാടാനൊരുങ്ങുന്ന ആ പെണ്ണിനെ അവൻ കാണുന്നത്. ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവനിൽ ഭയം ഉടലെടുത്തു. ഹേയ്, എന്തായി കാണിക്കുന്നേ? ചാടരുത്, അവിടെ നിൽക്കാൻ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ലായിരുന്നു. കൂടുതൽ നേരം ചിന്തിച്ച് നിൽക്കാതെ അർമാൻ അവളുടെ അരികിലേക്ക് ഓടി. പക്ഷേ അതിനു മുൻപേ അവൾ ചാടിയിരുന്നു. തൻ്റെ വണ്ടിയുടെ പിൻസീറ്റിൽ കണ്ണടച്ചിരുന്നു പഴയ ഓർമ്മകളിലേക്ക് മുഴുകിയിരിക്കുവാൻ അർമാൻ. ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടിട്ടാണ് അവൻ ഓർമ്മകളിൽ നിന്നുണരുന്നത്. ഫോണിൽ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അതിനാൽ അവൻ കോൾ ഡിസ്കണക്ട് ചെയ്തു. 1.5 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നതായിരുന്നു അർമാൻ. ഇന്നിപ്പോൾ അവൻ സൂപ്പർ സ്റ്റാർ അർമാൻ മാലിക്കല്ല, വെറും അർമാനാണ്. ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കരുതിയിരുന്നതാ. ആശ്രൻ്റെ ഉമ്മയുടെ മരണം അതാണ് തന്നെ ഇവിടെ എത്തിച്ചത്. വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. മറ്റന്നാൾ തിരിച്ചു പോകും. അതിനു മുൻപ് തൻ്റെ ഉമ്മച്ചി ഒന്ന് കാണണം തോന്നി. പഴയതൊന്നും ഓർക്കരുതെന്ന് കരുതിയിരുന്നതായിരുന്നു. ഇന്നിപ്പോൾ ഉമ്മച്ചിയെ കണ്ടപ്പോൾ ഓരോന്നായി മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നതാണ്. ഓർമ്മകളെ പാടെ അവഗണിച്ചു അവൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. അപ്പോഴേക്കും വണ്ടി തൻ്റെ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അബ്ദു ധൃതിയിൽ ഓടി വന്ന് ഡോർ തുറന്നു. കുഞ്ഞെവിടെ? അർമാൻ അബ്ദുവിനോട് തിരക്കി. സാറിവിടെ നിന്ന് പോയപ്പോൾ തന്നെ മോൾ ഉറങ്ങി. അയാൾ മറുപടി പറഞ്ഞു. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല സാർ. അപ്പോൾ കുഞ്ഞ് ഇത്രയും നേരം വിശന്നിരുന്നോ? ഞാൻ പോയിട്ട് 5-6 മണിക്കൂറായില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇടയ്ക്കിടെ മോളെ ശ്രദ്ധിക്കണമെന്നും പാൽ കൊടുക്കണമെന്നും. നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചു പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതും പറഞ്ഞ് അവൻ ധൃതിയിൽ മുറിയിലേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ തൊട്ടിലേക്ക് കിടക്കുന്ന 6 മാസം പ്രായമായ തൻ്റെ കുഞ്ഞിന് നേരെ നീണ്ടു. പപ്പയുടെ വരവ് തിരിച്ചറിഞ്ഞിട്ടാവണം ആ നേരത്താണ് കുഞ്ഞുണരുന്നതും. ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവൻ ആ കുഞ്ഞിനരികിൽ ചെന്നു കുഞ്ഞിക്കവിളിൽ മുത്തം നൽകി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ നിന്നു. കുഞ്ഞുമായി അവൻ മുറിയിൽ നിന്നിറങ്ങി. അതേ നേരത്താണ് ആശു കയറി വരുന്നത്. തൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ 3-ാം നാളിലെ നേർച്ചയാണ് നാളെ
അതിന് അർമാനെ ക്ഷണിക്കാനാണ് ആശി വന്നത്. കുഞ്ഞിനെ ആശയെ ഏൽപ്പിച്ച് അർമാൻ അടുക്കളയിലേക്ക് നടന്നു. ആശയുടെ കണ്ണുകൾ അർമാന്റെ കുഞ്ഞു മാലാകയിലേക്ക് നീണ്ടു. ദുവ അർമാൻ, ഇന്നിപ്പോൾ അർമാനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞാണ്. കുറച്ച് കഴിഞ്ഞതും അവൻ കുഞ്ഞിന് കുടിക്കാനുള്ള പാൽ ഫീഡിംഗ് ബോട്ടിലാക്കി തിരിച്ചു വന്നു. ആശയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ തിരികെ വാങ്ങിച്ചു തൻ്റെ മടിയിലിരുത്തി വളരെ ശ്രദ്ധയോടെ കുഞ്ഞിന് പാൽ കുടിപ്പിച്ചു. അവൻ്റെ പ്രവൃത്തികൾ അത്ഭുതത്തോടെയും വേദനയോടെയും നോക്കി കാണുകയായിരുന്നു ആഷിർ. ഇനി എന്താ നിന്റെ പ്ലാൻ? ആഷിയുടെ ചോദ്യം കേട്ടതും അർമാൻ തല ഉയർത്തി ആഷിയെ നോക്കി. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നുമല്ലല്ലോ എൻ്റെ ലൈഫിൽ നടന്നത്. അത് പറയുമ്പോൾ അർമാൻ്റെ സ്വരം ഇടറിയിരുന്നു. ഉമ്മച്ചി എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എന്നെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പാവം, എന്നെ ഓർത്ത് എന്നും കരയാനായിരിക്കും എൻ്റെ ഉമ്മച്ചിയുടെ വിധി. ഇവളെ കാണാൻ ഉമ്മച്ചി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം കൊണ്ടുപോവാതാണ്. ഒരിക്കൽ കണ്ട ഉമ്മച്ചിക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നും. വേണ്ട, അത് പിന്നെ ഉമ്മയ്ക്ക് കൂടുതൽ സങ്കടം ഉണ്ടാക്കുള്ളൂ. എൻ്റെ മോക്ക് ഞാൻ മാത്രം മതി. എനിക്കിവളും മറ്റാരും വേണ്ട. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നല്ലോ. അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയായിരുന്നു. നിനക്ക് കുറച്ച് നാൾ കൂടി ഇവിടെ താമസിച്ചൂടെ? എന്തിന്? ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പഴയ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയാണ്. എനിക്ക് തിരിച്ചു പോകണം ആഷി. എടാ, ഇതുപോലൊരു ജീവിതം ആയിരുന്നില്ല അർമാൻ മാലിക് ആഗ്രഹിച്ചത്. നിൻ്റെ ഡ്രീം, നിൻ്റെ പാഷൻ, അതൊക്കെ നീ മറന്നോ? ഇനിയിപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു സിനിമ എടുക്കായിരുന്നില്ലേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സിനിമ ഹിറ്റായ നിന്നെ തള്ളിപ്പറഞ്ഞ ഈ ജനങ്ങൾ തന്നെ അതൊക്കെ മറന്നു നിന്നെ സ്വീകരിച്ചോളും. ആഷി പറഞ്ഞത് കേട്ടതും അർമാൻ വേദന നിറഞ്ഞൊരു ചിരിയാണ് അവന് തിരികെ സമ്മാനിച്ചത്. ആരൊക്കെ മറന്നാലും എനിക്കങ്ങനൊന്നും മറക്കാൻ പറ്റില്ല ആഷി. എൻ്റെ സ്വപ്നങ്ങൾ അത് ഞാൻ എന്നെ കുഴിച്ചു മൂടിയതാണ്. സിനിമയിലേക്ക് ഇനിയൊരു തിരിച്ചു പോക്കുണ്ടാവില്ല. പഴയ അർമാൻ എന്നേ മരിച്ചു കഴിഞ്ഞു. ഇത് അർമാൻ്റെ പുനർജന്മമാണ്. പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എനിക്കവളെ നന്നായി വളർത്തണം ആഷി. എത്ര നാൾ ഇങ്ങനെ അവളെ പൊതിഞ്ഞു പിടിച്ച് നടക്കും? അവൾ വലുതായ അവളുടെ ഉമ്മയെ പറ്റി ചോദിക്കില്ലേ? നീ എന്തു പറയും? വലുതായാൽ അവൾ അറിയില്ലേ തൻ്റെ പപ്പ ഒരു നടനായിരുന്നു എന്ന്? പെട്ടെന്നൊരു നാൾ തൻ്റെ പപ്പ എങ്ങനെ സിനിമയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്ന് അന്നത്തെ സംഭവമൊക്കെയും മീഡിയ വഴി അവളറിയും. നിൻ്റെ മകൾ നിന്നെ ഒരു നാൾ തള്ളിപ്പറയുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി നീ ലോകത്തിന് മുന്നിൽ തെളിയിക്കണം നീ തെറ്റുകാരനല്ലെന്ന്. അന്നത്തെ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമൻ. നിന്നെ ചതിച്ചത് ആരാണെന്ന് നമുക്കറിയണമൻ. ആഷി പറഞ്ഞത് ശരിയാണെന്ന് അർമാൻ ഒരു നിമിഷം ചിന്തിച്ചു. ആഷി, നീ പറഞ്ഞതൊക്കെയും ശരിയാണ്. പക്ഷേ എനിക്കൊരിക്കലും ആ പഴയ അർമാനാവാൻ പറ്റില്ല. അങ്ങനെ ആവാൻ ഞാൻ ഒരിക്കൽ ശ്രമിച്ചതാ. അന്നൊക്കെ എൻ്റെ കൂടെ അവളുണ്ടായിരുന്നില്ലേ? എന്നിപ്പോൾ അവൾ എൻ്റെ കൂടെ ഇല്ല. ഒരു വാക്ക് പോലും പറയാതെ പോയില്ലേ? എത്രയോ രാവിൽ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞതാ, നീ എൻ്റെ റൂഹിൻ്റെ പാതിയാണ് പെണ്ണേന്ന്. ആഷി, അവൾ അറിയുന്നുണ്ടാവുമോ അവളില്ലാത്ത ലോകം ഒട്ടും സുന്ദരമല്ലെന്ന്? അർമാൻ്റെ ലോകം തന്നെ അവളായിരുന്നുവെന്ന്. ഇന്നും അർമാൻ്റെ കൽബ് നിറയെ അവളോടുള്ള പ്രണയമാണെന്ന്. അർമാൻ്റെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞു തൂവി. ആ നിമിഷം താൻ കരഞ്ഞു പോകുമെന്ന് തോന്നിയതും അവൻ കുഞ്ഞിനെ ആശയെ ഏൽപ്പിച്ചു വാഷ് ഏരിയയിലേക്ക് നടന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അർമാൻ തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയാണ്. വഴിയിലുടനീളം ഷാനിബ് സന മൂവിയുടെ പോസ്റ്ററുകളാണ്. ഷാനിബ് മലയാളത്തിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിരുന്ന നടൻ. തൻ്റെ കൂടെ 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഷാനിബ് മലയാളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന നായക നടനാണ്. സന തൻ്റെ പ്രണയമായിരുന്നവൾ. ഷാക്കിർ അലിയോടുള്ള കടപ്പാടിൻ്റെ പേരിൽ തുടങ്ങിയ ബന്ധമാണെങ്കിലും താൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അവൾക്കും തൻ്റെ ജീവനായിരുന്നു. അന്നത്തെ സംഭവത്തിൻ്റെ പിറകെ തൻ്റെ മകളുടെ ജീവൻ നശിപ്പിച്ചെന്ന് പറഞ്ഞ് അവളുടെ പപ്പ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. അന്നൊക്കെ താൻ പല നായികമാരോടും ഇഴകിച്ചേർന്ന് അഭിനയിക്കുമെന്ന് പറഞ്ഞ് തന്നോട് സിനിമാഭിനയം നിർത്താൻ പറഞ്ഞ പെണ്ണാണ്. ഇന്നിപ്പോൾ അവൾ മലയാളത്തിലെ തിരക്കുള്ള നടിമാരിൽ ഒരാളാണ്. അർമാൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സനയുമായി റിലേഷൻഷിപ്പിലായിരുന്നെങ്കിലും പരസ്പരം തമ്മിൽ കാണുന്നത് വളരെ വിരളമായിരുന്നു. അന്നൊക്കെയും സനയേക്കാളേറെ അർമാൻ പ്രണയിച്ചത് സിനിമയായിരുന്നു. പക്ഷേ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ അർമാൻ്റെ പ്രണയം അവളായിരുന്നില്ലേ? പൂനിലാവ് തോൽക്കും സുന്ദരി. അവളുടെ മുഖത്തിനേക്കാൾ അഴക് അവളുടെ ഹൃദയത്തിനായിരുന്നു. മനസ്സ് വീണ്ടും വീണ്ടും അവളുടെ ഓർമ്മകളിലേക്ക് ചേക്കേറിയതും
അവൻ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കണ്ണടച്ചിരുന്നു. ഒന്ന് കണ്ണടച്ചതേയുള്ളൂ. വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തിയപ്പോഴാണ് അർമാൻ മയക്കത്തിൽ നിന്നുണരുന്നത്. അവൻ ഈർഷ്യയോടെ തൻ്റെ ഡ്രൈവറെ നോക്കി. എന്താടോ? സാർ, ഒരു പെണ്ണ് വണ്ടിക്ക് മുന്നിൽ ചാടി, അതാ ഞാൻ. എന്നിട്ട് താൻ ഇവിടെ ഇരിക്കുകയാണോ? പോയി നോക്കടോ, അർമാൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഡ്രൈവർ വണ്ടിയിൽ നിന്നിറങ്ങി. അധികം ആൾക്കാരില്ലാത്ത പ്രദേശമായിരുന്നു. അതിനാൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ സീറ്റിൽ സേഫായി കിടത്തി പിന്നാലെ അവനുറങ്ങി. വണ്ടിയുടെ മുന്നിൽ വീണ് കിടക്കുന്ന പെണ്ണിലേക്ക് അർമാൻ്റെ നോട്ടം ചെന്നെത്തി. ഛേ, ഇതിപ്പോൾ വല്ല തലവേദന ആവുമല്ലോ. ഇവൾക്ക് ചാവാൻ എൻ്റെ വണ്ടി മാത്രമേ കണ്ടുള്ളൂ. അവൻ പിറുപിറുത്തു. ഇനിയിപ്പോൾ ഇന്നത്തെ തിരിച്ചുപോക്ക് ക്യാൻസൽ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ, അവൻ ചിന്തിച്ചു. നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അർമാൻ ഡ്രൈവറെ നോക്കി. എടോ, തന്നെ പെണ്ണിനെടുത്ത് വണ്ടിക്ക് എത്തിക്കേ, തൻ്റെ ഡ്രൈവറോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് അർമാൻ തിരിഞ്ഞു നടന്നു. അയ്യോ സാറേ, ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെങ്ങനെയാ? അതിനാ കിടക്കുന്നത് കാട്ടാനയൊന്നുമല്ലല്ലോ. അത് പിന്നെ സാറേ, എനിക്ക് ഡിസ്കിൻ്റെ അസുഖമുള്ളതാ, വയസ്സായില്ല സാറേ. ഡ്രൈവർ പറയുന്നത് കേട്ട് അർമാൻ വല്ലാത്ത ഭാവത്തിൽ അയാളൊന്ന് നോക്കി. അന്നേരം അയാൾ തല ചൊറിഞ്ഞു. ഓഫ്, തന്നോട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പിറുപിറുത്ത് അവൻ ഷർട്ടിൻ്റെ കൈ രണ്ടും മുട്ടുവരെ മടക്കി വീണ് കിടക്കുന്ന പെണ്ണിനരികിലേക്ക് നടന്നു. ചുരിദാറായിരുന്നു അവളുടെ വേഷം. തലയിലെ ഷോൾ മുഖത്തേക്ക് വീണ് കിടപ്പുണ്ട്. അവൻ ഷോൾ മാറ്റി മുഖത്തേക്കൊന്ന് നോക്കി. നെറ്റി ചെറുതായി പൊട്ടി എന്നതൊഴിച്ച് പുറമേ വേറെ പരിക്കുകളൊന്നുമില്ല. അവൻ പൾസ് നോക്കി ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തി ആ പെണ്ണിനെ വണ്ടിയിലെടുത്ത് കിടത്തി. ഇനിയിപ്പോൾ ഈ പെണ്ണിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ കൂടുതൽ പൊല്ലാപ്പാവുമെന്ന് കരുതി അർമാൻ തൻ്റെ ഫോൺ എടുത്ത് സുഹൃത്തായ ആഷറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആഷറിൻ്റെ പെങ്ങൾ ഷെറിൻ ഡോക്ടറാണ്. ആഷറിൻ്റെ ഉമ്മ മരിച്ചിട്ട് 4 ദിവസം ആവുന്നതേ ഉള്ളൂ. അവിടെ അവൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളതിനാൽ ഈ പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അവൻ ചിന്തിച്ചു. അർമാൻ തൻ്റെ ഡ്രൈവറോട് വണ്ടി തൻ്റെ വില്ലയിലേക്ക് തിരിക്കാൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം അർമാൻ്റെ കാർ തൻ്റെ ബംഗ്ലാവിൽ തിരികെ എത്തി. ഡ്രൈവർ വണ്ടി പോർച്ചിൽ നിർത്തി. അർമാൻ ഡ്രൈവറോട് കുഞ്ഞിനെ എടുത്ത് പിന്നാലെ വരാൻ പറഞ്ഞു. ശേഷം അവളെ എടുത്ത് വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ ഡോർ തുറന്ന് അകത്തെ മുറിയിൽ അവളെ കിടത്തി. അപ്പോഴേക്കും ആഷിർ ഷെറിനുമായി അവിടെ എത്തി. അർമാനും ആഷിയും മുറിയിൽ നിന്നിറങ്ങിയതും ഷെറിൻ അവളെ പരിശോധിക്കാൻ തുടങ്ങി.